ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വ്യാഴദോഷം തീർക്കുവാനായിട്ട് പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിതമായ ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളെ പറ്റി പറയുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 108 തിരുപ്പതികളിൽ കേരളത്തിൽപ്പെട്ട 11 എണ്ണത്തിൽ ഉൾപ്പെട്ട ചില ക്ഷേത്രങ്ങളാണിവ. ഏറ്റവും ശുഭഫലങ്ങൾ നൽകാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. ഫലപ്രവചനത്തിൽ വ്യാഴന് പ്രഥമ സ്ഥാനമാണുള്ളത്. എല്ലാ ഈശ്വരന്മാരുടെയും അധിപതി എന്ന സ്ഥാനമാണ് നവഗ്രഹങ്ങളിൽ വ്യാഴത്തിനുള്ളത്. സർവേശ്വരകാരകൻ എന്നർത്ഥം. ജാതകവശാലും ചാരവശാലും പ്രശ്നവശാലും വ്യാഴം അനുകൂല സ്ഥിതിയിലാണെങ്കിൽ എല്ലാവിധ ദോഷങ്ങൾക്കും ഒരു പരിധിവരെ ശാന്തി ലഭിക്കുമെന്നാണ് പ്രമാണം. ലക്ഷം ദോഷം വ്യാഴം തീർക്കും എന്നാണ് ചൊല്ലു തന്നെ ഉള്ളത്. ജന്മരാശിയുടെ 2, 5, 7, 9, 11 ഭാവങ്ങളിൽ ചാരവശാൽ വ്യാഴം നിൽക്കുമ്പോൾ അനുകൂല ഫലങ്ങളാണ് ഒരു ജാതന് ലഭിക്കുക. മറ്റ് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ പ്രതികൂല ഫലങ്ങളും. അപ്പോൾ മറ്റ് ഭാവങ്ങളിൽ നിൽക്കുന്നവർ വ്യാഴം പിഴയ്ക്കുന്നതിന് മൂലമുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കേണ്ടതാണ്. ജാതകത്തിലും വ്യാഴത്തിൻ്റെ സ്ഥിതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്യാഴം അനുകൂലമല്ലാത്തവർ നിശ്ചയമായിട്ടും വ്യാഴദോഷ പരിഹാരം അനുഷ്ഠിക്കേണ്ടതുണ്ട്. വ്യാഴം പിഴച്ചു നിൽക്കുന്നതിന് പരിഹാരമായിട്ട് വിഷ്ണുവിനെയും അവതാരമൂർത്തികളെയും ആരാധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ വ്യാഴദോഷം തീർക്കുവാൻ അനുകൂലമായ ചില ക്ഷേത്ര സന്നിധികളെ പറ്റി പറയാം. വ്യാഴദോഷങ്ങൾ അകറ്റുന്നതിന് ദർശനം നടത്തേണ്ട പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങൾ അനവധിയുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഗുരുവായൂരാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തൃപ്രയാർ ക്ഷേത്രം, നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി വ്യാഴദോഷ പരിഹാരത്തിന് പ്രസിദ്ധമായ ഒട്ടേറെ സന്നിധികൾ. അതിൽ പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ച ചില ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധികളെ പറ്റി പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റ് ക്ഷേത്രസന്നിധികളെപ്പറ്റി ഇനിയൊരവസരത്തിൽ വിശദമായിട്ട് പറയുന്നതാണ്. നമുക്കറിയാമല്ലോ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് നിരന്തരം പടവെട്ടിയാണ് പഞ്ചപാണ്ഡവരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ രക്ഷയാണ് അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ വ്യാഴദോഷം തീർക്കുന്നതിന് ഏറ്റവും പര്യാപ്തമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ദർശനം നടത്തേണ്ടതുമെന്ന് അവർ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യവും ശ്രീകൃഷ്ണ ഭഗവാന്റെ രക്ഷയും ഒക്കെ ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പം വ്യാഴം പിഴച്ചത് മൂലമുണ്ടാകുന്ന സർവ്വദോഷങ്ങൾക്കും ഈ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം വളരെ പര്യാപ്തമാണെന്നറിയുക. അതിനാൽ തന്നെ ഇങ്ങനെ ഈ ഒരു പഞ്ചപാണ്ഡവന്മാരിൽ യുധിഷ്ഠിരനും ഭീമസേനനും അർജുനനും നകുലനും സഹദേവരുമെല്ലാം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്ര സന്നിധികളുണ്ട് എന്നുള്ളത് നമ്മളുടെയൊക്കെ ഭാഗ്യമാണ്. ആ ഒരു ക്ഷേത്ര സന്നിധികളെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ചെങ്ങന്നൂരിലെ ക്ഷേത്രങ്ങളെ പറ്റി പറയാം. തൃച്ചിറ്റാറ്റ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് യുധിഷ്ഠിരനാണെന്നാണ് സങ്കല്പം. 108 തിരുപ്പതികളിലൊന്നാണിത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് അസത്യം പറഞ്ഞതിൻ്റെ പ്രായശ്ചിത്തമായാണ് യുധിഷ്ഠിരൻ ഈ പ്രതിഷ്ഠ നടത്തിയതത്രേ. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ പരിഹാരമാകും. പ്രത്യേകിച്ചും വ്യാഴം 12 നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾക്ക് ഇവിടെ പരിഹാരമുണ്ടെന്നറിയുക. ഇനി അടുത്ത ചെങ്ങന്നൂരിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ് തൃപ്പുലിയൂർ വിഷ്ണു ക്ഷേത്രം. ചെങ്ങന്നൂരിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ. ഭീമസേനാണത്രേ ഇവിടെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ നടത്തിയത്. നരസിംഹ ചൈതന്യം കൂടി ലയിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ വിഷ്ണു വിഗ്രഹം. ശത്രുദോഷം, ആഭിചാരദോഷം, ഭയം മുതലായവയിൽ നിന്ന് മുക്തി സിദ്ധിക്കാൻ ദർശനം നടത്തുന്നതിന് ഉത്തമ ക്ഷേത്രമാണിത്. ചതുശതമാണ് പ്രധാന വഴിപാട്. വ്യാഴം 10 നിൽക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന കർമ്മ തടസ്സങ്ങൾക്ക് ഇവിടെ പരിഹരിക്കുന്നതിന് ഇവിടെ ഉത്തമമാണെന്നറിയുക. ഇനി മറ്റൊരു പഞ്ചപാണ്ഡവന്മാരിലെ അർജുനൻ പ്രതിഷ്ഠിച്ചതായിട്ട് സങ്കല്പിക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തനിക്ക് വിജയം നൽകിയ ശ്രീകൃഷ്ണൻ്റെ പാർത്ഥസാരഥി രൂപത്തിലുള്ള വിഗ്രഹം അർജുനൻ പൂജിച്ചിരുന്നുവെന്നും ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ പ്രകൃതി രമണീയമായ ആറന്മുള ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പരിപാവനമായ പമ്പാ നദിയുടെ ഓരം ചേർന്ന് പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നതാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഈ സ്ഥലത്തെ പ്രാചീന സംസ്കൃത കൃതികളിലെല്ലാം തിരുവാറന്മുള എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കേരളക്കരയുടെ ധർമ്മദൈവമായി ആറന്മുള പാർത്ഥസാരഥിയെ കരുതാം.
വിഷണ്ണനായി നിഷ്ക്രിയനായി യുദ്ധഭൂമിയിൽ നിലകൊണ്ട അർജുനനെ ഉത്തേജിപ്പിക്കുന്നതിന് ശ്രീകര അഷ്ടാക്ഷര മന്ത്രം ചൊല്ലിക്കൊടുത്ത് ഭഗവാൻ കർമ്മനിരതരാക്കുന്നു. കുട്ടികൾക്കും മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർക്കും ഈ മന്ത്രം ഉച്ചരിച്ച് വിശേഷാൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറെ ഫലപ്രദമാണ്. ആറന്മുളയിലെ ഭഗവാന്റെ പ്രതിഷ്ഠ ദേവന്മാരുടെ നിയോഗമാണ്, ഐതിഹ്യം യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്നതാണ് ശ്രീകോവിലിലെ അനുഭവമെന്ന് അഭിപ്രായപ്പെടുന്നുമുണ്ട്. ആവേശം തോന്നുന്ന ഒരു സങ്കല്പം, വൈഷ്ണവത്തിൻ്റെ മൂർത്തിഭാവം, യോദ്ധാവിൻ്റെ പരിവേഷമണിഞ്ഞ് കർമ്മനിരതനായി നിലകൊള്ളുന്നു. ആറന്മുള വള്ളംകളിയും വഞ്ചിപ്പാട്ടും കാണികൾക്ക് ഏറെ ഉത്തേജനവും ഊർജവും സന്തോഷവും നൽകുന്നു. ഭക്തർക്ക് അമ്പലത്തിനകത്ത് പൂർണ്ണസദ്യ, അതായത് വള്ളസദ്യ നൽകി ഭഗവാനെ ഭക്തർ പ്രീതിപ്പെടുത്തുന്നു. ഒരു വൈദ്യനെ പോലെ ഭക്തജനങ്ങൾക്ക് വേണ്ട ചികിത്സകൾ നൽകി സംരക്ഷിക്കുന്നു. അനുഷ്ഠാനങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പ്രകടമായ മാറ്റങ്ങളൊന്നുമില്ല. ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഊർജവും ആത്മവിശ്വാസവും പകരുന്ന ദേവനാണ് എന്നുള്ളതാണ് മറ്റൊരു അനുഭൂതിയായി അക്കീരമൺ പറഞ്ഞത്. ശ്രീകോവിലിൽ പ്രവേശിക്കുന്ന പുരോഹിതന്മാർക്ക് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു അത്രേ. ഭീഷ്മസ്തുതി കൊണ്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്നത് ഏറെ ഭഗവാൻ ഇഷ്ടമാണ്. ആറന്മുളയെ പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അതിലൊന്ന് കാട്ടൂർ മാങ്ങാട്ട് ഇല്ലവുമായി ബന്ധപ്പെട്ടാണ്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ മങ്ങാട്ട് ഇല്ലത്ത് നിന്നും ആ ക്ഷേത്രത്തിലേക്ക് ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളുമായി പുറപ്പെട്ട തോണി അയ്യൂർ ദേശത്തുള്ള കോവിലന്മാർ എന്ന തസ്കര സംഘം പിടിച്ചുകെട്ടി. ഇതറിഞ്ഞ് ഇതര ദേശത്തു നിന്ന് എത്തിച്ചേർന്ന ഭക്തന്മാർ കളരി ആശാനായ തോട്ടാവള്ളിൽ കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒത്തുകൂടി തസ്കര സംഘത്തിൽ നിന്നും തോണി വീണ്ടെടുത്ത് അകമ്പടി സേവിച്ച് ക്ഷേത്രക്കടവിലെത്തിച്ചു. തുടർന്നു വന്ന കാലങ്ങളിൽ ഭഗവാൻ ഉത്രാടനാളിൽ കാട്ടൂർ നിന്നും വരുന്ന തിരുവോണത്തോണിക്ക് ചുണ്ടൻ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ച് ക്ഷേത്രക്കടവിൽ എത്തിച്ചു തുടങ്ങി. ഈ യാത്ര രാത്രിയോടെ പൊതുജനങ്ങൾ കാണാൻ അവസരം ലഭിക്കാത്തതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനമായ ഉത്രട്ടാതി നാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നിറപ്പകിട്ടർന്ന ഒരു ജലമേള ക്ഷേത്രക്കടവിൽ നടത്തി തുടങ്ങി. ഇന്ന് ഈ പരിപാടി പരിപാവനമായ ഒരു ക്ഷേത്രാചാരമായിട്ട് മാറിയിരിക്കുന്നു. വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി കൊണ്ടുള്ള നിയമപ്രശ്നങ്ങൾ, വിദ്യാതടസ്സം, ശത്രുദോഷം എന്നിവയിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിന് ഇവിടെ ദർശനം നടത്താവുന്നതാണ്. ഇനി പഞ്ചപാണ്ഡവരിലെ നകുലൻ പ്രതിഷ്ഠിച്ചതായിട്ട് സങ്കല്പിക്കുന്ന തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിലെ അനന്തശായിയായ മഹാവിഷ്ണുവിനെ പറ്റി അറിയുക. 108 തിരുപ്പതികളിൽ ഒന്നാണിത്. വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി കൊണ്ട് കുടുംബ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഉണ്ടാകാവുന്ന അരിഷ്ടതകൾക്ക് പരിഹാരമായി ഇവിടെ ദർശനം നടത്താം. ഇനി ചങ്ങനാശ്ശേരിക്കടുത്തുള്ള തൃക്കൊടിത്താനം വിഷ്ണു ക്ഷേത്രത്തെ പറ്റി അറിയേണ്ടതുണ്ട്. ഒരേ ശ്രീകോവിലിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വിഷ്ണുവിനും നരസിംഹസ്വാമിക്കും പ്രതിഷ്ഠകളുണ്ട്. പഞ്ചപാണ്ഡവന്മാരിലെ സഹദേവൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണത്രേ ഇത്. ശത്രുദോഷം, ബാധാദോഷം, ആഭിചാരദോഷം എന്നിവ അകലുന്നതിന് ഇവിടെ ദർശനം നടത്താവുന്നതാണ്. ഇവിടുത്തെ നരസിംഹമൂർത്തിക്ക് ശർക്കര പാൽപ്പായസം എന്നൊരു പ്രത്യേക വഴിപാടുണ്ട്. എല്ലാവിധ ദോഷങ്ങളും അകലുന്നതിന് ഈ വഴിപാട് ഉത്തമമാണെന്നറിയാം. ഇനി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ ശ്രീ വല്ലഭ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. 108 തിരുപ്പതികളിൽ ഒന്നാണിത്. ദ്വാരകയിൽ സാത്വികി പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് അത്രേ. പടിഞ്ഞാറ് ദർശനമായി ശത്രു സംഹാരമൂർത്തിയായി സുദർശനത്തെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വ്യാഴം അനിഷ്ടസ്ഥിതനായതുകൊണ്ടുള്ള ദാമ്പത്യ പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ഇല്ലാതാക്കാൻ ദർശനം നടത്തേണ്ട ക്ഷേത്രമാണിത്. പാൽപ്പായസം, താമരമാല, തുളസിമാല, പുരുഷസൂക്താർച്ചന തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. പടച്ചുവാഴക്കുലകൾ സമർപ്പിക്കുന്നതും പാളഭോജനവും ഈ ക്ഷേത്രത്തിലെ അപൂർവ വഴിപാടുകളാണ്. ഇങ്ങനെ വ്യാഴദോഷം തീർക്കാനുതകുന്ന നിരവധി ക്ഷേത്രസന്നിധികളുണ്ട്. ശരണം ഭജേ എന്നാണ് പ്രമാണം. അതിനാൽ തന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുക. ഏവർക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.